ലക്ഷ്മി ആക്ച്വലി അവിടെ പെട്ടുപോയതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അവിടെ പെട്ടുപോയ ആളാണ് ലക്ഷ്മി പിന്നീട് അത് മാറ്റിക്കഴിഞ്ഞാൽ എന്നെ പറ്റി നാട്ടുകാർ പുറത്ത് സപ്പോർട്ട് ചെയ്ത ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് അതിൽ മാറ്റി പറയാതിരുന്നതാണ്. ഇൻ ബിറ്റ്വീൻ ആദിൽ അത് പൊളിക്കുന്നുണ്ട്. അതിൽ ചോദിക്കുമ്പോൾ യു ആർ ഓൾവേസ് വെൽക്കം ടു മൈ ഹോം എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഡബിൾ ട്രിപ്പിൾ ഫോർബിൾ സ്റ്റാൻഡൊക്കെ എടുത്ത് നിൽക്കുന്ന ആളാണ് ലക്ഷ്മി. പണ്ട് കുറെ പോസ്റ്റൊക്കെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്ത് പോസ്റ്റൊക്കെ എടുത്തിട്ടുള്ള ആളാണ് ലക്ഷ്മി. നോ ദാറ്റ് അത് ഓഫ് കോഴ്സ്. കാരണം ഈ ഒരു സെക്ഷൻ ഓഫ് ആളുകളെ അഗെയിൻസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളുകളുടെ വോട്ടിംഗ് കിട്ടും. അപ്പൊ അതിനു വേണ്ടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മി അവിടെ നിൽക്കുന്നതും. ലക്ഷ്മിയോട് വേറെ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല. പണപ്പെട്ടി ഒരാൾ എടുത്തിട്ട് ഒരാൾ ഫൈനൽ ഫൈവിൽ വന്ന് പുറത്തിറങ്ങി സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടി വരാൻ ചാൻസ് ഇല്ല. മേ ബി എന്റെ ഒരു കാൽക്കുലേഷനിൽ 100 ആയിരിക്കും ടോപ്പ് 5 വരുന്നത്. അതിൽ ഒന്നെങ്കിൽ അതിന് തൊട്ട് മുമ്പ് എവിക്റ്റാവും, അല്ലെങ്കിൽ പണപ്പെട്ടി എടുത്തിട്ടുണ്ടാവും. പ്ലാൻ ചെയ്തു ഒരാൾ കപ്പടിക്കാൻ ചാൻസ്, ഒരാൾ പണപ്പെട്ടി, അങ്ങനെയല്ല. അങ്ങനെ ആകുവാണെങ്കിൽ അവർക്ക് നല്ലതല്ലേ. അവരെന്തായാലും രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്ന ആളുകളാണ്. അത് മേ ബി അവരുടെ ഒരു ബോണ്ട് അവിടെ നാച്ചുറലി ഉണ്ടായതായിരിക്കും. അതിപ്പോ ഫേക്ക് ആണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഹിറ്റ്ലറിലെ മമ്മൂട്ടിയുടെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആണോ? ഞാൻ എല്ലാ എപ്പിസോഡൊന്നും കാണാറില്ല, ലൈവ് തീരെ കാണാറില്ല. എപ്പിസോഡ് സ്കിപ്പ് ചെയ്താണ് കാണുന്നത് കൂടി. സോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ അത് ത്രൂ ഔട്ട് ഇരുന്ന് കാണാറില്ല. ജിൻഡോനെ പോലുള്ള പൊട്ടൻ ജിൻഡോ മാത്രമേ ഉള്ളൂ. പ്രാവശ്യം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കപ്പ് ഒരിക്കലും കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ആരുമില്ല. കാരണം ഇപ്പൊ അനീഷിന് കിട്ടിയാലും ഡിസേർവിംഗ് ആകാം ആണ്. അതുപോലെ തന്നെ അനുവിന് കിട്ടിയാലും ഡിസേർവിംഗ് ആണ്. നൂറയ്ക്ക് കിട്ടിയാലും ഡിസേർവിംഗ് ആണ്. അപ്പൊ ആർക്കാണേലും അങ്ങനെ ഡിസേർവിംഗ് ആണ്. അങ്ങനെ ഡിസേർവിംഗ് അല്ലാത്ത ആൾക്കാരാണ്. ആളുകൾ വോട്ട് കൊടുത്തത് വേറൊരാൾ ജയിക്കാതിരിക്കാൻ വേണ്ടി, ജാസ്മിൻ ജയിക്കാതിരിക്കാൻ വേണ്ടി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതാണ്. അല്ലാതെ അയാൾക്ക് നാച്ചുറലി ഇപ്പം വിന്നർ ആവണം അങ്ങനെ വിചാരിച്ച് വോട്ട് കൊടുത്തത് ജയിപ്പിച്ച ആളല്ല. മനസ്സിലായോ? അല്ല, പുറത്തല്ല. അയാൾ ഏറ്റവും കൂടുതൽ കോപ്രായം കാണിച്ചത് അയാൾ അകത്ത് തന്നെയാണ്. ഹൗസിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ കോപ്രായം കാണിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അത് ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇത് എങ്ങനെ ഇങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. അത് ഹാപ്പി ദാറ്റ് പിന്നീടെങ്കിലും ആൾക്കാർ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷം? ഇതിലില്ല, പക്ഷെ എന്റെ സുഹൃത്തുക്കളാണ് ഫുൾ ക്രൂ. തുടങ്ങിയില്ല. വന്നോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. റീമയുടെ ഫസ്റ്റ് പോസ്റ്റർ കണ്ടിരുന്നു, തെങ്ങിൽ കയറുന്നൊക്കെ? എന്ത് തോന്നിയാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് എന്താ സംഭവം എന്ന് അറിയാൻ പറ്റില്ല. അതാണ് ഡയറക്ടർ